ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളൊന്ന് ന്യൂ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം നമ്മുടെ പുതിയ മോഡിഫൈഡ് എൻ്റർ ഓവർ എടുക്കാൻ പോവാണ്. അപ്പോൾ ചീറ്റ് കോഡ് എന്തായാലും ഞാൻ മേളിൽ കൊടുത്തേക്കാം. അപ്പം എന്തായാലും നമുക്ക് എൻ്റർ ഓവർ എടുക്കാം ഗൈസ്. അതിന് മുമ്പ് ഞാൻ സബ്സ്ക്രൈബ് ലൈക്ക് എന്തായാലും ചെയ്തേക്കാം. ഞാൻ മേളിൽ ചീറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതാ 20 അപ്പോൾ നമുക്ക് എൻ്റർ ഓവർ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമുക്ക് ഓറഞ്ച് ആക്കിയിട്ട് കൊണ്ടുപോകാം ഗൈസ്. ഓറഞ്ച് കുറച്ചും കൂടി മെച്ചമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓറഞ്ച് ആക്കിയിട്ട് നമ്മളിത് കൊണ്ടുപോവുകയാണ്. നമുക്ക് പിന്നാണെങ്കിൽ നമ്മുടെ കളഞ്ഞു പോയ ഷോറൂം തിരിച്ച് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ മറ്റേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൺസ്ട്രക്ഷൻ ഏരിയയുടെ ഓപ്പോസിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം. അതുകൊണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ പുതിയ റിക്ഷ വന്നിട്ടുണ്ട് ഗൈസ്. അത് റിക്ഷയല്ല, ഓട്ടോറിക്ഷ, അതാണ് നമ്മൾ പറയുന്നത്. ഓട്ടോറിക്ഷയും വന്നിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ സ്പൈഡർ വന്നിട്ടുണ്ട്. മറ്റേ ബിഗ് സ്പൈഡർ ഏലിയൻ പോലെ ഇരിക്കുന്ന, അതെല്ലാം നമ്മൾ വഴിയെ പറയുന്നതാണ് ഗൈസ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഏരിയയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ ഷോറൂം. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയയുടെ ബാക്ക് വഴിയാണ് ഫ്രണ്ടിലായിട്ടാണ് ഈ ഷോറൂം ഉള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിത് ബാക്ക് വഴിയാണ് സൈഡ് വഴിയാണ് കയറേണ്ടത്. പിന്നെ മണ്ടയിലേക്ക് മേളിലോട്ട് വേറെ കുറേ സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് സുപ്രയും GTR ഒക്കെ ഇടാം ഗൈസ്, എൻ്റർഓവറൊക്കെ ഇടാം. ഗൈസ് ടയർ ചെറുതായിട്ട് കുടുങ്ങിയില്ല ഗൈസ്. ഇവിടെ കയറാൻ ഇച്ചിരി പാട്ടാണ് SUV വണ്ടിയൊക്കെ. മോഡ് വെച്ച് നമുക്ക് കയറ്റാലോ ഗൈസ്. ജസ്റ്റ് ഉള്ളിലാണ് അപ്പോൾ തന്നെ നമ്മൾ കയറ്റുന്നത്, സൈഡ് കയറുന്നില്ല നമുക്ക്. എന്തായാലും ഗൈസ് നമ്മൾ ആ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഓട്ടോറിക്ഷ എടുക്കാം. അതൊന്ന് ആ സൈഡിൽ കൊടുക്കും. അടുത്ത 8370 ചീറ്റ്. ഈ ഗൈസിൻ്റെ മുകളിൽ പോയിട്ടാ നമ്മുടെ ഓട്ടോറിക്ഷ മുകളിൽ പോയി ഗൈസ്. എന്തായാലും നമുക്ക് ഒന്നും കൂടി ചീറ്റ് കോഡ് അടിക്കാം. 8370 ചീറ്റ് കോഡ്. ഇതാ മേളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓട്ടോറിക്ഷ എടുത്തിട്ട് പോവാം ഗൈസ്. സ്പൈഡറൊക്കെ നമുക്ക് വഴിയേ പറയാം. പിന്നെ കുറച്ച് ബിൽഡിങ്സൊക്കെ നമ്മുടെ സിറ്റിയുടെ നടുക്കൊരു സർക്കിളില്ലേ, അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഓട്ടോ എന്തെങ്കിലും ഇങ്ങനെ ചെരിഞ്ഞ് പോകണേ, ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ പെട്ടെന്ന് ഇങ്ങനെ വളയ്ക്കുമ്പോൾ. മറ്റേ ഈ വണ്ടികളിലൊക്കെ ഇല്ലേ, പിന്നെ അതിൻ്റെ മണ്ടയിലോടൊന്ന് കയറ്റിയിട്ട് നമുക്ക് പതിയെ സിറ്റിയുടെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ എന്നാലും ഇപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഗൈസ് ഓട്ടോറിക്ഷ പറക്കുന്നു ഗൈസ്. നമ്മളിപ്പം സിറ്റിയിലോട്ട് പോകണം. വഴിയും മറന്നുപോയല്ലേ, ഏതായിരുന്നു വഴി? ഇതിലാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് വഴിക്ക് പോയി നോക്കാം. ഓട്ടോറിക്ഷ കൺട്രോളിൽ നിൽക്കുന്നില്ല ഗൈസ്. എന്താണെന്ന് അറിഞ്ഞില്ല, ഈ ഓട്ടോറിക്ഷ കൺട്രോളിൽ നിൽക്കുന്നില്ല. നമുക്ക് എന്തായാലും പോവാം. ഈ സ്ഥലം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുണ്ട്. ഇതുവഴിയാണോ? ഇതുവഴിയാണെന്ന് തോന്നുന്നില്ല. അല്ല, നമുക്കെന്തായാലും വഴിയെല്ലാം മറന്നുപോയി ഗൈസ്. ഇതുവഴിയാണോ നമുക്ക് പിടുത്തവും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതിൻ്റെ മേളിലുള്ള റാമ്പിൻ്റെ മേളിലൊന്ന് കയറ്റിയിട്ട് ഓട്ടോറിക്ഷ പോകുന്നുണ്ടെന്ന് നോക്കാം. ബസ് ഓട്ടോറിക്ഷ പോയി ഗൈസ്. ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ട് ഓട്ടോറിക്ഷയുടെ. ഓട്ടോറിക്ഷ എത്ര വീണാലും ഉയരത്തിൽ നിന്ന് വീണാലും ഓട്ടോറിക്ഷ ആണെന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ആകെ ഇങ്ങനെ തീപ്പൊരി മാത്രം വരും, ഇങ്ങനെ ഒരയുമ്പം തീപ്പൊരി മാത്രം വരും, വേറെ ഒരു പ്രശ്നമില്ല ഓട്ടോയ്ക്ക്. എനിക്ക് ഓട്ടോ ഇഷ്ടമായി ഗൈസ്. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും അവിടെയാണ് നമ്മുടെ പുതിയ ബിൽഡിങ് വന്ന് നിൽക്കുന്നത്. ഇത് പുതിയൊരു ബിൽഡിങ്ങാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് നേരത്തെ ഇല്ലായിരുന്നു ഗൈസ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇതൊരു പുതിയ ബിൽഡിങ്ങാണ്. ഇതിൽ നമുക്ക് ഇവിടെ വെച്ച് ഇനി സ്പൈഡറിനെ വിടാം. സ്പൈഡർ വരുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും
ഇത് ചെയ്യണം ഗൈസ്, ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കണം. കാരണം ഇൻഫിനിറ്റി ഹെൽത്ത് എടുത്തില്ലെങ്കിൽ പണി പാളും ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഫിനിറ്റി ഹെൽത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈഡറിൻ്റെ ചീക്ക് അടിക്കാം. അത് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും സ്പൈഡറിനെ നമുക്ക് വിളിക്കാം ഗൈസ്. സ്പൈഡർ വന്നിരിക്കും. കണ്ടോ ഇത് ഇൻഫിനിറ്റി ഹെൽത്ത് ഇല്ലെങ്കിൽ ഇപ്പം നമ്മളത് ഒറ്റ അടിക്ക് തട്ടിക്കളയും ഗൈസ്. ഇനി നമുക്ക് ഒരെണ്ണത്തിനെ കൂടെ വിളിക്കാം ഗൈസ്. ഈ സ്പൈഡർ പുറകെ തന്നെ വരും ഗൈസ്. നമുക്ക് കൊന്നു കളയാനാ. കണ്ടോ ഇത് ഏലിയൻ സ്പൈഡറിനെ പോലെ ഇരിക്കുന്നു ഗൈസ്. ഇതിൻ്റെ പ്രെഡേറ്റർ ഇല്ലേ, ആ സിനിമയിൽ ഒരു ജീവിനെ പോലെ ഉണ്ട് ഗൈസ്. അപ്പം എന്തായാലും നമുക്കിനി ഒരെണ്ണത്തിനെ കൂടെ വിളിക്കാം ഗൈസ്. എന്തായാലും നമ്മൾ ഒരു സ്പൈഡറിനെ കൊന്നിട്ടുണ്ട്. ഇതേ ഒരു ബുഗാട്ടി നമ്മുടെ ഓട്ടോറിക്ഷ ചെന്ന് ഇടിക്കാൻ പോകുന്നു. നമുക്ക് എന്തായാലും ഓട്ടോറിക്ഷ ചെന്നൊന്ന് മാറ്റിയിടാം ഗൈസ്. ഇടിച്ചോ? ഇല്ല ഗൈസ്, ഇടിച്ചിട്ടില്ല. നമുക്കെന്തായാലും ഒന്ന് ഇതിലതിൻ്റെ വണ്ടി കൊണ്ടിരിക്കുന്നു. എൻ്റെ വണ്ടി കൊണ്ടിരിക്കുന്നു. ഞാൻ ആരാന്ന് നിനക്കറിയാവോ? കരിഞ്ഞു പോയാ. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്കെന്തായാലും പോവാം. ഇനി ഒരെണ്ണത്തിനും കൂടെ വിളിക്കാം. നമുക്ക് വഴിയിൽ നിന്ന് മാറ്റി ഇപ്പുറത്തെ സൈഡിലോട്ടിടാം. ഇനി ഒരെണ്ണത്തിനും കൂടെ വിളിക്കാം ഗൈസ്. ഒരു 3 എണ്ണത്തിനെ വിളിച്ചാലോ? 3 എണ്ണത്തിനെ വിളിക്കാം ഗൈസ്. ഇനി ഒരെണ്ണത്തിനും കൂടി ഇത്ര മതിയോ? ഇത്ര മതിയായിരിക്കും. എന്തായാലും നമുക്കിത് പോവാം ഗൈസ്. നോക്കി, അത് വണ്ടി ഉരച്ച് നമ്മൾ പുറകെ വരികയാണ് ഗൈസ്. വണ്ടിയെ കത്തിപ്പോകും തോന്നുന്നു ഗൈസ്. ഇല്ല. സ്പൈഡേഴ്സ് വരും നോക്കി. അവർക്ക് സ്പീഡില്ല ഗൈസ്. പിന്നെ അവർക്ക് ചാടാനുള്ള കഴിവുണ്ട് ഗൈസ് സ്പൈഡേഴ്സിന്. പിന്നെ ഇതൊരു ബിൽഡിങ് പുതുതായിട്ട് വന്നത്. അവിടെ മരമൊക്കെ ഇടിച്ചിട്ട് വന്നു. ഇത് ഓട്ടോറിക്ഷ മറിഞ്ഞ്. സ്പൈഡേഴ്സ് വരുന്നുണ്ടോ? വരുന്നുണ്ട് ഗൈസ്, വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.